ഫേമസ് ആയിട്ടുള്ള ഒരു ഫോൾസ് കാണാനാണ്. അതിൻ്റെ പേരാണ് കക്കബക്ക ഫോൾ. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ മാപ്പിൻ്റെ അടുത്താണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഇതിനടുത്തായിട്ട് വില്ലേജ് ഓഫ് കക്കബക്ക ഉണ്ട്. വേറെ എന്തൊക്കെയോ കുറേ ട്രെയിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കാര്യമായിട്ട് പിടിയിട്ടിട്ടില്ല. നമുക്ക് ഈ വഴി കൂടെ പോവാം. വ്യൂ ഫാൾസ് എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി. ഓക്കെ, ഞാൻ അതൊക്കെ ഇടുവേ. ഇവിടെ വാ, ഇവിടെ വാ, ഞാൻ ഇങ്ങനെ തന്നെ ഇടും. വരാൻ വാ. ഇവിടെ വാ, ഇവിടെ വാ. അവിടെ പോ, അങ്ങ് പോ. എനിക്ക് പേടിയാണ്, എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ. വാ ഇങ്ങോട്ട്. എനിക്ക് പേടിയാന്ന് അറിഞ്ഞൂടെ. എനിക്ക് ആയിട്ട് പേടിയാ. ഞാൻ താഴെ വീഴാൻ പോവാ. എന്നെ പിടിച്ച് വലിക്കല്ലോ, ഞാൻ വീഴൂടാ ഇതിനകത്തുനിന്ന്. വീഴോ. ചെല്ല്. ഇങ്ങോട്ട് പോ. അമ്മക്ക് വാ, താഴെ കാണുന്നത് എടുക്കാം. വാ, തിരിച്ചു വരുമ്പോ എടുക്കാന്ന്. അതുവഴി വാ. ആ സൈഡ് അങ്ങനെ വീടേ കിട്ടുള്ളൂ. അങ്ങോട്ട് കിടക്ക്. അടുത്തോട്ട് പോ. ഞാൻ ഇതിങ്ങനെ തന്നെ ഇടും. ഇവിടെ വന്നേ. എടുത്തില്ല. എനിക്കുണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഫോബിയല്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഹൈറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് കാല് തപ്പി പിടയ്ക്കും. എനിക്ക് നിൽക്കാൻ പറ്റില്ല ഒരിടത്ത്. ഞാൻ ഇങ്ങനെ ഓടിക്കളിക്കും. പക്ഷെ മനസ്സൊന്നും ആയിക്കഴിഞ്ഞാൽ ഓക്കെയാ. പക്ഷെ ഇത് ഭയങ്കര ഭീകരമാണ്. നിങ്ങൾ കണ്ടില്ലായോ? പേടി വരും. പ്രശ്നമാണ് ഇത്, പ്രശ്നമാണ്. ഒരുപാട് നേരം വെള്ളത്തിലോട്ട് നോക്കാൻ പറ്റത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വീഴുന്ന പോലെ പോകും. അത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം കൊണ്ട് ഓടാൻ തോന്നും. എനിക്ക് ഇനി ചാടാൻ തോന്നും.
കടലിലോട്ടല്ല കരയിലോട്ട് ചാടും. കുളങ്കര. ഞാൻ പറഞ്ഞ അടുത്ത വീഡിയോ ഇല്ലേ, ഇത് മാറ്റിയത് അതല്ല, നിന്നോട് സംസാരിക്കുന്നതാണ്. എടാ ഞാൻ പറഞ്ഞ വീഡിയോക്ക് ഈ ജാക്കറ്റ് നീ ഒന്ന് പിടിച്ച് സഹായിക്കണം. എന്റെ ഉടുപ്പ് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. ഞാൻ പറയുന്നതല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. നീ എന്റെ പുറകെ വരണം. എനിക്ക് ദേഷ്യം വന്നിട്ട്. നീ ജാക്കറ്റ് പിടിക്കണം. എനിക്ക് വിജനതയില്ല പാട്ടിടാനാ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഇനി അങ്ങനെ നടക്കും. എടുക്കോ? ഇവിടെ നിന്ന് വേണ്ടുന്ന മരിക്കുന്നവരുടെ മരണം ദാരുണമായിരിക്കും. അയ്യോ, വിഷം കഴിച്ച് മരിച്ചപ്പോൾ നമുക്ക് നീ അത് കാണുന്നില്ലായോ? എനിക്ക് കണ്ടിട്ടോ ശ്വാസം മുട്ടുന്നു. അപ്പൊ ഇങ്ങനെ മരിച്ച ആൾക്കാരോ ആരും മരിച്ചിട്ടുണ്ടാവില്ല. ഇൻ കേസ് മരിച്ചിട്ടുണ്ടെങ്കിൽ സ്വോത്രം കത്താവി. ദാരുണം. അതൊക്കെയാണ് ദാരുണ ഹത്യ. ഡേഞ്ചർ നടത്തേക്ക് എനിക്ക് ചെറിയ പേടിയാണ്. പക്ഷെ തുടക്കത്തിൻ്റെതായിട്ടുള്ള ഇത്രയും ഹൈറ്റിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്തിനാണ്? കുഴപ്പമില്ല. ഒരുപാട് നേരം നോക്കി ഇരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് വീഴുന്ന പോലെ തോന്നും. അപ്പൊ നമുക്ക് ചാടാൻ തോന്നും പുറകിലോ. അറിയില്ലോ, അവിടെ വീണാൽ ചത്തു പോയിട്ടാണ്. കാരണം അവിടെ കറയാണ്. എന്റെ ഫോണിൽ തന്നെ ഒരു ഫോട്ടോ എടുത്തരും. എന്റെ അതങ്ങനെ പുറകിലോട്ട് പോകുന്ന പോലെ എടുക്കണം. ഇദ്ദേഹം എന്റെ കോമാളിത്തരങ്ങൾ വെളിയിലിട്ട് എന്റെ ചാരിത്രം നശിപ്പിക്കാൻ നോക്കാണ്. ഓക്കെ, നിങ്ങൾ ആരും ഇത് കാണരുത്. അല്ലെങ്കിൽ എനിക്ക് 5 വ്യൂവേഴ്സേ ഉള്ളൂ. 5 അല്ല 3. ഒരെണ്ണം എന്റെ അനിയൻ, ഒരെണ്ണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ ഒരെണ്ണം ഞാൻ. അതെനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. നോ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആരും വീഡിയോ കാണരുത്. ഇപ്പൊ ആര് ഇവിടെ മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഹോബിയല്ല, തുടക്കത്തിൽ കാണുമ്പോൾ ഒരു പേടി. ഹോബിയൊന്നും അല്ല. പക്ഷെ എനിക്ക് ഒരുപാട് നേരം അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി അത് അൺഡയഗ്നോസ്ഡ് ഹോബിയാണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഹൈറ്റ് എനിക്കൊരു വിഷയമാണ്. എനിക്ക് ശ്വാസം മുട്ടും. പക്ഷെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നെ ഇട്ടിങ്ങനെ പിടിച്ച് വലിച്ച് പേടിപ്പിച്ചാൽ ഞാൻ കാണിക്കും. ഇവിടെ മരമൊക്കെ മുറിക്കുന്നുണ്ട്. തോണ്ട ഭയാനകളാണോന്ന് ചോദിച്ചാ ആണ്. വൈബ് ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഇതിപ്പം ഇതെങ്ങോട്ടേ പോണേ? ഇനി മാറ്റി പോണു. കുറച്ചേരം ഫ്രീ ആയിട്ട് നടക്കാം. മാറ്റണോ? എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ആൾ ഇതൊന്നും ഇടരുത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി എന്താണെന്നറിയാം? എന്റെ ഈ പല്ല. ഞാൻ പണ്ടൊന്ന് കമ്പി ഇട്ടതാ. പല്ലടുക്കുന്നതിന് മുന്നേ കാനഡ വരണ്ടോണ്ട് കമ്പി കൂടി പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് തെക്കോട്ടാണെ ഒന്ന് വടക്കോട്ടാ, ഒന്ന് കൊല്ലത്തോട്ടോ ഒന്ന് കൊയിലാണ്ടിലോട്ടോ. എനിക്ക് ഈ പല്ല് വേണമെങ്കിൽ കാണിക്കാൻ. പിന്നെ എന്റെ ഈ പല്ലിനകത്തുള്ള സ്റ്റെയിന് അത് വേറൊരു ഇത്. അത് ഞാൻ പല്ലേക്കാഞ്ഞിട്ടല്ല, അതെനിക്ക് ജന്മനോ ഉള്ളതാ. ചിലപ്പോ കുഞ്ഞിലോട്ട് പല്ലേക്കാഞ്ഞിട്ടല്ല. എന്റെ ദൈവം, എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. വരാൻ പറ്റില്ല. പ്രസവിക്കാൻ വരെ ദൈവം കഴിവോട്ടുന്നത്. നമ്മൾ സ്ത്രീ
നീ തന്നെ ഫോണ് എന്റെ ഫോട്ടോ എടുത്തു. അയ്യോ എനിക്കിത് ഭയങ്കര പേടിയാണ്. ഇത് ഇട്ടിട്ട് ഇതാ എനിക്ക് പേടിപ്പെടുത്തുന്നേ. ഇങ്ങനെ കാണുന്നത് പേടിയില്ല. ഇത് നമ്മളൊന്ന് വീഴുന്നതായിട്ട് ചിന്തി. ഞാൻ വീഴുന്നതായിട്ട് എപ്പോഴും ചിന്തിക്കും. എടാ ഈ മഴവില്ലടിക്കടാ. ഇത് കൊണ്ട് മാറി ചെറുക്കൻ എന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നെ യൂസ് ചെയ്യാണ് ഗൈസ്. ഓഫീസറിന് പറയുന്ന പോലെ എന്നെ ഫോണിൽ കൂടെ വീഡിയോ എടുത്ത് ചതിയിലാപ്പെടുകയാണ്. എനിക്ക് മഴവില്ലിന്റെ ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അത് പോണേ മുന്നേ പോയി അതിന്റെ ഫോട്ടോ എടുത്തു. എനിക്ക് അങ്ങോട്ട് ഞാൻ ഇവിടെ വരെ വരത്തുള്ളൂ. എനിക്ക് അവിടെ വരാൻ പറ്റില്ല. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എനിക്ക് ശ്വാസം വേണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. പ്ലീസ് ലെറ്റ് മീ. ശ്വാസകോശ സ്പോഞ്ച് പോലെയാ. മഴവില്ല വീട്. എത്ര മഴവില്ല ഒരു സ്ഥലത്തുള്ള. എന്റെ മുഖം അജാളുടെ തിരുമോന്ത് അജാൾ എവിടെയും കാണിക്കത്തില്ല കേട്ടോ. എന്നെ വെച്ചിട്ട് കാണിക്കാം. ഇവിടെയൊന്നും അധികം തന്നെ ഇവിടെ ചൂടില്ല. കക്കാബക്ക ഫോള് നൈസാട്ടോ. നയഗ്ര ഫോൾസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നല്ല കാണാൻ ഭയങ്കരമായിട്ട് പേടി വേണം. നയഗ്ര ഫോൾസിനെ പോലെ അല്ലടാ ഇത്. അതിലും ഭംഗിയുണ്ട്. ബിക്കോസ് ഇത് ഭയങ്കരമായിട്ട് നെറ്റിനാലും എടുത്തിട്ടുണ്ട്. അതിന് പേടിയുണ്ട, ഭംഗിയുണ്ടല്ലോ.